അല്ലാ തുശ്രികു ബിഹി ശൈഅൻ. 2 വബിൽ വാലിദൈനി ഇഹ്സാനാ. ആ പ്രയോഗത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ നിങ്ങൾ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്ത് എന്ന് പറയുന്നിടത്ത് ഒന്ന്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണം. പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അടുത്ത വാരുന്ന പറയുന്നത് മാതാപിതാക്കളെ ദ്രോഹിക്കലും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവുമ്പേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി വർത്തിക്കണമെന്നും. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ല പറഞ്ഞത്. അവിടെ അള്ളാഹു അതിൻ്റെ ശൈലി ഒന്ന് മാറ്റി. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവരോട് ഇഹ്സാനോടുകൂടി ചെയ്യണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്താ അറിയോ, ചില ആൾക്കാർ പറയേ ഞാൻ എൻ്റെ അമ്മാനെയും ബാപ്പാനെയും ദ്രോഹിക്കലുമില്ല, ഓരോട് നല്ലീനും പോകലില്ല, ദോഷത്തിനും പോകലില്ല, ഞാൻ അങ്ങോട്ട് പോകലെന്നല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കൈയൊഴിയാറുണ്ട്. ഞാൻ ഓല ഒന്നുമില്ല, ഞാൻ നല്ലീനും കേടിനും ഓലടുത്തേക്ക് പോകാറില്ല. അതെന്നെ കടുത്ത തെറ്റാണെന്നാണ്. മാതാപിതാക്കളോട് ചീത്ത ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരോട് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നല്ല പ്രശ്നം. മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നതിനേക്കാളേറെ വലുത് ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇതേ ശൈലി നമുക്ക് വേറെ എവിടെ കാണാറ്? നിങ്ങൾ വലാ തഖുല്ലഹുമാ ഉഫിൻ, വെറുപ്പോടുകൂടി അവരോട് സംസാരിക്കരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കുകയും അരുത്. ഞാൻ ആ വെറുപ്പോട് കൂടി സംസാരിക്കണില്ല, ഞാൻ കയർത്തും സംസാരിക്കണില്ല. തീരൂല. അടുത്ത വാക്കെന്താ അറിയോ? നീ അവരോട് സംസാരിക്കണം. ഞാൻ എൻ്റെ വാപ്പാൻ്റെ അടുത്തേക്ക് പോകാതെക്കുക, ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാം. രണ്ടാക്കും നല്ല ചന്നിയാണ്, ഭ്രാന്താണ്, എപ്പോൾ ചെന്നാലും ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനേ പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകലില്ല എന്ന് പറഞ്ഞാൽ ഒരു മകൻ രക്ഷപ്പെടുമോ? ഇല്ല. അള്ള പറയുന്നത് അങ്ങോട്ട് പോകരുത് എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് വേറെയും പറഞ്ഞ് വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ആ മാതാപിതാക്കളോട് നീ കരീമായ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ വാപ്പാനോട് ദേഷ്യപ്പെടാനും പോകലില്ല, ചീത്തറിയാനും പോകലില്ല, ഞാൻ ആ വഴിക്ക് പോകലേ ഇല്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. നമ്മൾ പോണം, അവരോട് സംസാരിക്കണം, സംസാരിച്ചു കൊണ്ടേയിരിക്കണം. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ആർദ്രമായ മനോഹരമായ വളരെ സോഫ്റ്റായ ആ സംസാരം നീ അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം മാതാപിതാക്കളെ ചീത്തറിയാൻ പാടില്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രം അവിടെ നിർത്തിയിട്ടില്ല, ബാക്കിയും കൂടി വായിക്കണം. പണ്ടാരോ പറഞ്ഞില്ലേ ലാ ഇലാഹ, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യാതൊരു ദൈവമല്ല, ലാ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ. അപ്പം ആരോ വിളിച്ചു പറഞ്ഞു എന്നാ, അതിൻ്റെ അപ്പുറത്ത് ഇല്ലല്ലാന്ന് കൂടി ഉണ്ട്. അപ്പൊ അതേപോലെ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, ഓരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, ഓരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ കയർക്കണില്ല, സംസാരിക്കണേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറ്റൂല. വഖുല്ലഹുമാ, നീ അവരോട് രണ്ടാളോടും സംസാരിച്ചു കൊണ്ടേയിരിക്കണം, ഓരോട് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? ഖൗലൻ കരീമാ, അല്ലേ? നല്ല സംസാരം. ഒരു ദേഷ്യം പിടിക്കും. ഇതിങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ പറയുക, ഒരു പ്രായം ചെന്നാലേ, ഒരു ഇത്തിരി പ്രായം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ മാറും. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം തന്നെ പറയുള്ളൂ, ഓരോ ദേഷ്യം പിടിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടാവുള്ളൂ. അത് കൽപ്പിച്ചൂട്ടിയല്ല. എന്താപ്പോൾ മൂത്രമൊഴിച്ചു, ബെഡ്ഷീറ്റ് മാറ്റി, ആ ബെഡ്ഷീറ്റ് മാറ്റി ഇങ്ങോട്ട് വന്നപ്പോണ്ട് രണ്ടാമത്തെ ബെഡ്ഷീറ്റിൽ മൂത്രമൊഴിച്ചത്. ഇപ്പം ഇന്നലെ ഞാനൊരു ഒരു ഡോക്ടറുടെ ക്ലാസ് കേട്ടെ. ഒരു സ്ത്രീ ബെഡഡായ കിടപ്പിലായ സ്ത്രീയാണ്. അവർ ഭക്ഷണം കഴിക്കണില്ല. അപ്പം ഈ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്ത് കൊടുത്താലും കഴിക്കൂല. കഞ്ഞി കഴിക്കുന്നു, അതിൻ്റെ തളർച്ച തളർന്ന് ഗ്ലൂക്കോസ് മേലെ ഇങ്ങനെ ജീവിച്ചു പോവുക, ഭക്ഷണം കഴിക്കില്ല. അപ്പം എന്താ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണം? ഉമ്മ ഭക്ഷണം കഴിക്കില്ല, വീട്ടുകാർ ചീത്തറയാണ്, ചീത്തയോട് ചീത്ത. അവസാനം ഡോക്ടർ ചോദിച്ചത്രേ, എന്തോമ്മ കല്യാണം നമ്മൾ ഭക്ഷണം കഴിക്കാത്തത്? അപ്പം ആ ഉമ്മ വീണിട്ടേ ഈ തൊടൻ്റെ എല്ല് പൊട്ടിയിരുന്നു. അപ്പം ഈ തൊടയെല്ല് പൊട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് സർജറി വേണം. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞോളൂ ഈ വയസ്സ് കാലത്ത് സർജറി വെറുതെയാണ്, പൈസ ചിലവാകും, അതൊട്ട് കൂടില്ല, അവ സർജറി ഒന്നും വേണ്ട, അതാണ് അങ്ങനെ പൊയ്ക്കോളുന്ന ആരോ പറഞ്ഞേക്കണം. അപ്പം ഈ പൊട്ടിയ എല്ലുണ്ടല്ലോ, ഇത് ഈ കാല് അനങ്ങണിനൊക്കെ വരുത്താവേ, രണ്ട് ഭാഗത്തേക്ക് നിൽക്കല്ലേ. ഇത് അനങ്ങണിന് ഇമ്മാക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല, ഇത് അനങ്ങണിനൊക്കെ വരുത്താവും. അപ്പം അതിങ്ങനെ വരുത്താവുമ്പോൾ എന്താണ്, ഈ
വയറ്റിന്ന് പോയാൽ അത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഈ കാലുകെട്ട് അകറ്റി വെക്കണം. അപ്പം ഈ കാലിന് അകറ്റി വെക്കും, ഈ കാലുമ തൊട്ട വേദനയാണ്. കാലുകെട്ട് അകറ്റി വെക്കുമ്പോൾ ഇമ്മ വേദനൻ്റെ കൊടുമുടിയിലെത്തുക. അപ്പം അമ്മ തീരുമാനിച്ച ഭക്ഷണം കഴിക്കണ്ട, എന്താണ് സംഗതി പോവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിനും വേണ്ടി ആരും പാത്രം വെള്ളമായിട്ട് വന്ന് അതിൻ്റെ വേദന സഹിക്കൂലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഓപ്പറേഷൻ വേണ്ടെന്ന് മക്കൾക്ക് എളുപ്പമായി. കാരണം പൈസ ചിലവാക്കണ്ട, ആശുപത്രി അഡ്മിറ്റ് ആവേണ്ട, ഈ വയസ്സുകാലത്ത് ഓപ്പറേഷൻ നടത്തിയാൽ വിജയിക്കൂല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു പോലും വേണ്ട വെച്ചതാ. പക്ഷേ അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഉമ്മാൻ്റെ തീരുമാനം എങ്ങനെ ഭക്ഷണം തന്നെ കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രയോഗം നമ്മൾ പ്രത്യേകിച്ച് കാണണം. അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യൽ പാപമാണ്, അതല്ല വിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കളെ ദ്രോഹിക്കലും എന്നല്ല കേട്ടോ പറഞ്ഞ് വബിൽ വാലിദൈനി ഇഹ്സാനൻ. ആ ശൈലിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി വർത്തിക്കണം, വളരെ പ്രധാനമാണ്.